ബ്ലൂ ജെയ്ഡ് വൈൻ പ്ലാന്റിൽ ആദ്യമായിട്ടുണ്ടായ പൂക്കൊലയാണിത്. അത് നല്ല ബ്രൈറ്റ് കളറ്, അതായത് നീലയും പച്ചയും കൂടി കലർന്നൊരു കളറാണിത്. നല്ല ഭംഗിന് ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡിലൊക്കെ ഒരു നല്ല തിളക്കുള്ള കളറായിട്ട് നിൽക്കും. അപ്പോൾ റെഡ് ജെയ്ഡ് വൈനും ഉണ്ട്, ബ്ലൂ ജെയ്ഡ് വൈനും ഉണ്ട്. ഇതിപ്പോൾ ബ്ലൂ ജെയ്ഡ് വൈനാണ്. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തൽ ഉണ്ടാവണം എന്നുള്ളൂ. ഇതിങ്ങനെ നിറഞ്ഞ് നമ്മുടെ ഈ പന്തലിൽ പൂക്കുലകളായിട്ട് 100 കൊലയെങ്കിലും പൂക്കൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എൻ്റെ അവിടെ ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടായതിന് 2 എണ്ണമാണ് ഉണ്ടായുള്ളത്. ഫെബ്രുവരി തൊട്ട് മെയ് മാസം വരെയാണ് പൂക്കളുടെ കാലം. 10-21 ദിവസം പൂക്കൾ ഇങ്ങനെ വാടാണ്ട് ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോഴേക്ക് ഇത് പ്ലാസ്റ്റിക് പൂവാന്ന് തോന്നിക്കുക. ഇത്രയും ഫിനിഷിങ് ആയിട്ടാണ് ഈ ഒരു ബ്ലൂ ജെയ്ഡ് വൈൻ പൂക്കൾ ഉണ്ടായുള്ളത്. നല്ല എലഗൻറ്റ് ലുക്കിന് നല്ലൊരു ഭംഗി ഗാർഡനിൽ കൊടുക്കണ ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മുടെ കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞു വീണതാണ് കണ്ട. അതിൻ്റെ പൂക്കളുടെ കളർ അടുത്ത് വന്നാൽ കണ്ടറിയാം. നീലയും പച്ചയും ചേർന്ന് തത്തമ്മേര കുക്കൊക്കെ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പാണ് പൂക്കൾക്കുള്ളത്. ഇത് നമ്മുടെ ഫിലിപ്പീൻസ് ഏരിയയിൽ നിന്ന് വന്ന ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് നല്ല ബെസ്റ്റായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത്. ഫെബ്രുവരി മാസം തൊട്ട് പൂക്കളുണ്ടാവും. ഫെബ്രുവരി തൊട്ട് മെയ് മാസം വരെയാണ് ഇതിൻ്റെ പൂക്കളിൽ ഉണ്ടാവുന്ന സമയം. വളരെ ഭംഗി കൊടുക്കുന്ന ഒരു ഫ്ലവറാണിത്. ഇതിൻ്റെ നട്ടിട്ട് ഞാൻ 2ാം കൊല്ലാണ് ഇപ്പോൾ ഇത് പൂക്കൾ ആദ്യമായിട്ട് ഉണ്ടായുള്ളത്. 2 കൊലയാണ് ഇപ്പോൾ പൂക്കൾ ഉണ്ടായുള്ളത്. ഇതിവിടെ ഒരു കൊല ഉണ്ടായിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു പൂക്കൊല ഉണ്ടായിട്ടുണ്ട്. ഒരു 100 ഫ്ലവറെങ്കിലും ഒരു കൊലയമ്മ ഉണ്ടാവും. ഒരു 3 അടിയോളം ഈ ഒരു പൂക്കൊലയുടെ നീളം ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പന്തൽ സെറ്റ് ചെയ്യാനായിട്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നീല കളറിലുള്ള പൂവാണിത് ബ്ലൂ ജെയ്ഡ് വൈൻ. തൂങ്ങി നല്ല പൂക്കൊലകളായിട്ട് ഇത് നിൽക്കും. നല്ല പ്രകാശമുള്ള നീല പച്ച നിറമാണ്. നല്ല ശക്തിയിലാണ് വള്ളിച്ചെടി വരിക. കാട്ടുചെടി പോലെ തന്നെ ഉണ്ടായിക്കോളും. വലിയ പരിപാലനമൊന്നും വേണ്ട, പക്ഷെ നല്ല സ്ട്രോങ് പന്തലായിരിക്കണം എന്നുള്ള. പ്രകാശമുള്ള ടർക്കോയിഡ് ബ്ലൂ കളറാണ് ഈ പൂക്കൾക്കുള്ളത്. നല്ല എലഗൻറ്റ് ലുക്കാണ്. പിന്നെ മയൂര നീല നിറം എന്നൊക്കെ പറയില്ല, അതുപോലെ ഇത്രയും ഭംഗിയിൽ ഇതുവരെ നീലപ്പൂക്കൾ ഉണ്ടായിട്ടില്ല. അത്രയും ഭംഗിയാണ് ഈ ബ്ലൂ ജെയ്ഡ് വൈന്. ആദ്യമായിട്ടാണ് നമ്മുടെ ബ്ലൂ ജെയ്ഡ് വൈൻ പൂവിട്ടത്. അപ്പം നമ്മുടെ ചെടി കണ്ടില്ലേ, നല്ല വള്ളി ചെടിയാണ്. അത് നമ്മളിതുപോലെ ഒരു സ്പേസിലാണ് നട്ടുള്ളത്. അത് ഡയറക്റ്റായിട്ട് പന്തലുമ്മയ്ക്ക് പടർത്തിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ കണ്ട നല്ല കരിപ്പച്ച കളറാണ്. ഇതുമെന്നാണ് അത് 2 കൊല്ലമായിട്ടുള്ള നട്ടിട്ട് 2ാം കൊല്ലമാകുമ്പോഴേക്കും പൂവിട്ടിട്ടുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ വള്ളികളുണ്ട്. ഇത് എയർ ലെയറിങ് വഴിയാണ് പ്രൊപ്പഗേഷൻ നടക്കുക. എയർ ലെയറിങ് അറിയാമല്ലോ, ഇതൊന്ന് ചിരണ്ടി ഇത് വന്ന് നമ്മൾ റൂട്ട് വന്നതിന് ശേഷം വേണം മാറ്റി നടാനായിട്ട്. അപ്പോഴും നമുക്ക് പുതിയ തൈകൾ കിട്ടും. അത് കാരണം ഇത് വളരെ റയർ ചെടിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ചെടി മണ്ണിൽ നടന്നതാണ്, ഗ്രൗണ്ടിൽ വേണം നടാനായിട്ട്. ഇതിൻ്റെ വേരൊക്കെ ഇങ്ങനെ പടർന്നു പോണതാണ്. നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ പൂക്കൾ എണ്ണം കുറയും. ഗ്രൗണ്ടിൽ നട്ട് ഇതുപോലെ നമ്മൾ നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് പന്തലിൻ്റെ മുകളിലേക്ക് കയറ്റിയാൽ മാത്രമേ പടർന്നിങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം നല്ല ഭംഗിയിൽ നിൽക്കും. പന്തൽ നിറഞ്ഞ് ബ്ലൂ കളറായിട്ട് നിൽക്കും. ചെടി മൂപ്പെത്തുമ്പോൾ നമുക്കറിയാലോ, ഏത് ചെടിയായാലും മൂപ്പെത്തണതിനനുസരിച്ച് നിറഞ്ഞ് പൂക്കുലകളുണ്ടാവും. അപ്പോൾ മൊത്തത്തിലൊരു ബ്ലൂ ഷെയ്ഡായിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കും. അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്ത് വേണം നമ്മുടെ ഈ ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഫെബ്രുവരി മാസം തൊട്ട് പൂവിട്ട് തുടങ്ങും. അതുപോലെ തന്നെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കരുത്. പക്ഷേ ഇടയ്ക്ക് 2 നേരമെങ്കിലും നമ്മൾ നനയ്ക്കണം. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട. മാസത്തിലൊരിക്കൽ നമ്മളൊരു ചാണകപ്പൊടിയോ അങ്ങനെ ചേർത്താൽ മതി. ചെടി നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മണ്ണൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ കട്ട കുത്തി നിൽക്കാണ്ടൊന്ന് ലൂസായിട്ട് നിൽക്കും വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ജെയ്ഡ് വൈനിൽ നിറഞ്ഞ് പൂക്കളുണ്ടാവും. നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ ഞാന്ന് ഇങ്ങനെ തൂങ്ങിക്കെടുക്കും. മണ്ണിന് നല്ല ഡ്രെയിനേജ് വേണം. വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ എപ്പോഴും നനവ് നിൽക്കുന്ന ഒരു കണ്ടീഷൻ വേണം. പിന്നെ മാസത്തിലൊരിക്കൽ വളം ചേർത്താൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി മെയ് മാസത്തിൽ നമ്മുടെ ഗാർഡനിൽ ഈ പൂക്കൾ പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്നതാണ്. വളരെ എലഗൻറ്റ് ലുക്കാണ് ഈ ഫ്ലവറിന്.